യുദ്ധാനന്തര ഗസയുടെ ഭരണത്തിൽ ഹമാസോ ഫലസ്തീൻ അതോറിറ്റിയോ പങ്കെടുക്കരുതെന്ന നിലപാടിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉറച്ചു നിൽക്കുകയാണ്. ഈ നിലപാടിനെതിരെ അമേരിക്കയുടെ ശക്തമായ സമ്മർദ്ദമുണ്ടെങ്കിലും നെതന്യാഹു തന്റെ നിഷ്പക്ഷപാതത്തിൽ നിന്ന് മടങ്ങാൻ തയ്യാറായിട്ടില്ല. തുർക്കി സൈന്യത്തെയും ഗസയിൽ അനുവദിക്കില്ലെന്ന് അദ്ദേഹം യുഎസിനെ വ്യക്തമായി അറിയിച്ചു. സമാധാന കരാർ പൂർണ്ണമായി പ്രാബല്യത്തിൽ വരുത്താനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ബുധനാഴ്ച യുഎസ് വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് നടന്ന ചർച്ചയിലാണ് നെതന്യാഹു ഈ നിലപാട് ആവർത്തിച്ചത്. ഈ കൂടിക്കാഴ്ചയിൽ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് എൻവോയായ സ്റ്റീവ് വിറ്റ്കോഫും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ ജേൻ കുഷ്നറും പങ്കെടുത്തിരുന്നു. അമേരിക്കയുടെ പുതിയ ട്രംപ് ഭരണകൂടം ഗസയിലെ യുദ്ധത്തിന് ശേഷമുള്ള ഭരണഘടനയെക്കുറിച്ചുള്ള തന്റെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് നെതന്യാഹുവിന്റെ ഈ ദൃഢമായ നിലപാട്. ഹമാസ് പൂർണ്ണമായും നിരായുധീകരിക്കപ്പെടുക, ഗസയുടെ മുനമ്പിൽ നിന്ന് പിന്മാറുകയും ചെയ്തതിനു ശേഷം മാത്രമേ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് IDF പൂർണ്ണമായും പിൻവലിക്കൂ എന്നതാണ് നെതന്യാഹു വ്യക്തമാക്കുന്നത്. ഈ നിബന്ധനകൾക്ക് പുറമെ ഗസയെ വിഭജിക്കുന്നതിനുള്ള നീക്കങ്ങളും പരിഗണിക്കുന്നുണ്ട്. പലസ്തീൻ നിയന്ത്രണത്തിൽ നിരവധി വ്യവസ്ഥകളാണ് നെതന്യാഹു യുഎസിന് മുന്നിൽ അവതരിപ്പിച്ചത്. അതിൽ പ്രധാനമായും ഹമാസിന്റെ പൂർണ്ണമായ ദുർബലീകരണവും ഗസയിൽ യാതൊരു വിദേശ സൈനിക സാന്നിധ്യവും അനുവദിക്കാത്തതുമാണ്. ഈ നിലപാട് ട്രംപിന്റെ പദ്ധതിയുമായാണ് വിയോജിക്കുന്നത്. ഗസയുടെ ഭാവി ഭരണത്തിൽ പലസ്തീൻ അതോറിറ്റിക്ക് ഒരു പങ്ക് നൽകാൻ ട്രംപ് ഉദ്ദേശിച്ചിരുന്നു. അതേസമയം യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഗസ ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. ഗസയിൽ ഭാവിയിൽ ഫലസ്തീൻ ഭരണകൂടത്തിന് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു. ഈ പ്രസ്താവനയിൽ പ്രതികരിച്ചാണ് നിലവിലെ ഫലസ്തീൻ ഭരണാധികാരികൾക്ക് ഗസയിൽ സ്വതന്ത്രമായ നിയന്ത്രണം നൽകാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് നെതന്യാഹു പറയുന്നത്. നമുക്ക് വ്യത്യസ്തമായ ഒരു അതോറിറ്റി വേണം, വ്യത്യസ്തമായ ഒരു ഭരണകൂടം വേണം, ഇങ്ങനെയാണ് നെതന്യാഹു പറഞ്ഞു വെക്കുന്നത്. എന്തു തന്നെയായാലും നെതന്യാഹു ഹമാസിന്റെ പൂർണ്ണ ദുർബലീകരണം ഇല്ലാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്നുള്ള ഉറപ്പാണ് നൽകുന്നത്. ബുധനാഴ്ച US വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസുമായി നടന്ന കൂടിക്കാഴ്ചയിൽ നെതന്യാഹു തുർക്കി സൈന്യത്തിന്റെ സാന്നിധ്യത്തിനെതിരെ വീണ്ടും ശക്തമായും പ്രതികരിച്ചു. കൂടാതെ US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിനോടും ട്രംപിന്റെ മരുമകൻ ജേഡ് കുഷ്നറോടും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയോടും നടന്ന ചർച്ചകളിലും ഇതേ നിലപാട് തന്നെയാണ് നെതന്യാഹു ആവർത്തിച്ചു വരുന്നത്. വിറ്റ്കോഫും കുഷ്നറും തിങ്കളാഴ്ച ഇസ്രായേലിൽ എത്തിയിരുന്നു. വാൻസിന്റെ സന്ദർശനം 3 ദിവസത്തോളം നീണ്ടു നിൽക്കുകയും ചെയ്തു. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം ശക്തമാക്കുമെന്നും അഭിപ്രായപ്പെട്ടു. എന്നാൽ നെതന്യാഹുവിന്റെ നിലപാട് US അംഗീകരിക്കുന്നില്ല. പലസ്തീൻ അതോറിറ്റി ഉണ്ടാവും, തുർക്കി പങ്കെടുക്കുന്നതിൽ വിയോജിപ്പില്ല, ഇങ്ങനെയാണ് അമേരിക്കയുടെ നിലപാട്. ഇവിടെ നെതന്യാഹുവിന്റെ പിടിവാശി ട്രംപ് അംഗീകരിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. പദ്ധതി നടപ്പിലാക്കാൻ USന് സമയം നൽകണമെന്ന് വാൻസ് നെതന്യാഹുവിനെ അറിയിച്ചിട്ടുണ്ട്. ട്രംപ് ഭരണകൂടം ഗസയിലെ സീസ്ഫയറിന്റെ 2ാം ഘട്ടത്തിൽ ഹമാസിന്റെ ദുർബലീകരണത്തിന് ഊന്നൽ നൽകുന്നുമുണ്ട്. എന്നാൽ നെതന്യാഹുവിന്റെ കടുത്ത നിബന്ധനകൾ അതിന് തടസ്സമാകുമെന്ന ആശങ്കയാണ് ഇപ്പോൾ. അതേസമയം വെസ്റ്റ് ബാങ്കിനെയും ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കാനുള്ള നീക്കവും നടന്നു വരുന്നു. ഇത് സംബന്ധിച്ച് നെസറ്റിൽ ഇസ്രായേലിന്റെ പാർലമെന്റിൽ 2 ബില്ലുകൾ അവതരിപ്പിക്കുകയും പ്രാഥമിക വോട്ടെടുപ്പിൽ 25 മുതൽ 24 വോട്ടുകൾക്ക് പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ബില്ലുകൾ 4 ഘട്ട വോട്ടെടുപ്പുകളിലൂടെ പാസ്സാകണം. എന്നാൽ 120 അംഗ സെനറ്റിൽ ഭൂരിപക്ഷം ലഭിക്കുമോ എന്നത് സംശയമാണ്. ഭൂരിഭാഗം എംപിമാരും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ചിലർ വെസ്റ്റ് ബാങ്കിനെ പൂർണ്ണമായി കൂട്ടിച്ചേർക്കണമെന്നും ഭൂരിഭാഗം കേന്ദ്രങ്ങളെയും ഉൾപ്പെടുത്തണമെന്നൊക്കെയാണ് അഭിപ്രായപ്പെടുന്നത്. എന്നിരുന്നാലും നെതന്യാഹു ഈ ബില്ലുകൾക്കെതിരെ എതിരാണ്. കാരണം ഇത് ട്രംപ് ഭരണകൂടത്തിന്റെ നയത്തിന് പ്രത്യക്ഷമായി തന്നെ വിരുദ്ധമാണ്. ഈ നീക്കത്തിൽ USഉം അറബ് രാജ്യങ്ങളും ശക്തമായ എതിർപ്പുമായിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്.